ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹരി ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ ശരണ്യയെ ആ റൂമിലേക്കൊന്ന് എത്തിക്കാനായി നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ആ ഒരു നടത്തിപ്പുകാരനായ പയ്യനോട് വന്ന് റൂമിൻ്റെ ചാവി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ റൂമിൻ്റെ കീ മേടിക്കുന്നത്? ഞാൻ റൂമിലേക്കൊന്നും വരില്ല, എനിക്ക് റൂമിലേക്കൊന്നും വരണ്ട എന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, എടി ഇത്രയും നേരം ഇതിലൂടെ ഇങ്ങനെ നടന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആകണ്ടേ, നമുക്കൊരു ഷവർ ബാത്ത് ചെയ്തിട്ട് പോകാം എന്ന് പറയുമ്പോൾ, ഷവർ ബാത്ത് അല്ല സാർ, അവിടെ രണ്ടുപേർക്ക് കിടന്ന് കുളിക്കാൻ പറ്റുന്ന ബാത്ത് ടബ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഓ താൻ അതൊന്നും പറഞ്ഞ് കൊതിപ്പിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ആ ടൈപ്പൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് ഹരി. ഉടനെ ഇപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ ആ റൂമിലേക്കൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഉടനെ അപ്പോൾ ഹരി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ശരണ്യയെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി റൂമൊക്കെ ഒന്ന് കണ്ട് കൈയും കാലുമെങ്കിലും കഴുകിയിട്ട് പോകാം എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ ദേഹത്ത് ചെളിയൊന്നും പറ്റിയിട്ടില്ല, ഞാൻ റൂമിലേക്കൊന്നും വരുന്നില്ല എന്നൊക്കെ ശരണ്യ ഇങ്ങനെ പറയുമ്പോൾ ഹരി ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ 3000 രൂപ കൊടുത്തതല്ലേ റൂമിന്, റൂമൊന്ന് പോയി കണ്ടിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ പറയുന്നു, അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഹരിയേട്ടൻ പോയി കണ്ടിട്ട് വാ, ഞാൻ ബൈക്കിൻ്റെ അടുത്ത് കാണും എന്ന് പറഞ്ഞ് ശരണ്യ ഇപ്പോൾ ബൈക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ഹരി. ഈ സമയം ആ പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പെങ്കൊച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല, അതിന് മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, അതുകൊണ്ട് സാറ് വേറെ ആരെങ്കിലും നോക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ ഹരി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും നീ കൊണ്ട് തരുമോ? ഇത് കേട്ട പയ്യൻ പറയുന്നുണ്ട്, അല്ല ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നതാ, അതുകൊണ്ട് പറഞ്ഞതാ, അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആ പയ്യൻ പറയുന്നു. ഉടനെ ഹരി ഇപ്പോൾ ആ പയ്യനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, 3000 രൂപ തന്നതല്ലേ, അതിൻ്റെ പകുതിയെങ്കിലും തിരിച്ചതാ എന്ന്. ഉടനെ ആ പയ്യൻ പറയുന്നുണ്ട്, ഞാൻ മുതലാളിയോട് വിളിച്ച് പറഞ്ഞു ഇവിടെ ഗസ്റ്റ് ഉണ്ടെന്ന്, അതുകൊണ്ട് ഇനി പൈസ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ട് ശരണ്യയുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, ശരണ്യ ഇപ്പോൾ ഹരിയോട് ചോദിക്കുന്നുണ്ട്, ഹരിയേട്ടന് എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ റൂമിലോട്ട് വരാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, എടി ഇതുപോലെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയമൊക്കെ എൻജോയ് ചെയ്യണം, ആകപ്പാടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, നമ്മൾ എൻജോയ് ചെയ്തല്ലോ, കുറേ ഫോട്ടോസും ഒക്കെ എടുത്തില്ലേ, അതൊക്കെ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, വണ്ടിയിലോട്ട് കയറി എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെട്ട് ഇപ്പോൾ ശരണ്യയും കൊണ്ട് അവിടെ നിന്ന് ബൈക്കിൽ കയറി ഹരി പോകുന്നുണ്ട്. സമയം ഇപ്പോൾ വൈകുന്നേരമായിരിക്കുന്നു. ഗോവർദ്ധൻ ഇപ്പോൾ ബാലചന്ദ്രനെ കാണാനായി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് അലീനയാണ്. അങ്ങനെ ഇപ്പോൾ വാതിലൊക്കെ തുറന്ന് ഗോവർദ്ധനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് അലീന. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രനും വന്ന് ഗോവർദ്ധനുമായി സംസാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എന്തുണ്ട് വിശേഷം, എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലൻ. ഏയ് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ സുലോചനയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വൈകിട്ട് സുനന്ദേച്ചിയും വന്നു, സുനന്ദേച്ചിയുടെ കൂടെ മനുവാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ഗോവർദ്ധൻ ഇപ്പോൾ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഒരു ബില്ലെടുത്ത് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് ഗോവർദ്ധൻ കൊടുക്കുന്നു. ഇത് കണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ ബില്ല് നിൻ്റെ കയ്യിൽ തന്നത് ആരാണെന്ന്. അത് ശിവേട്ടനാണെന്ന് ഗോവർദ്ധൻ പറയുന്നു. നിന്നോട് എന്നിട്ട് വേറൊന്നും പറഞ്ഞില്ലേ അവർ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ, ഏയ് ഒന്നും പറഞ്ഞില്ല എന്ന് ഗോവർദ്ധൻ പറയുന്നു. എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കി പെങ്ങളെ എരികേറ്റി വിടുന്ന അവർക്ക് ഈ ബില്ലടയ്ക്കാൻ പറ്റില്ലേ എന്ന് ബാലൻ ചോദിക്കുന്നു. ബില്ല് ഏകദേശം ഒരു 2.25 ലക്ഷം രൂപയോളമുണ്ട്. ഇത് ഉടനെ അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഭാര്യയുടെ ഹോസ്പിറ്റൽ ബില്ല് ഭർത്താവല്ലേ അടയ്ക്കേണ്ടത്, അതുകൊണ്ടായിരിക്കും എൻ്റെ കൈ തന്നത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, അതല്ല, ഇവിടുന്ന് എല്ലാ സാധനങ്ങളും കെട്ടിപ്പെറുക്കി അവൾ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ ഉപേക്ഷിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ്, അവളുടെ ബില്ലടയ്ക്കാൻ ഈ ഞാൻ തന്നെ വേണം, പൊന്നാങ്ങളമാർക്ക് ആർക്കും തന്നെ ഇത് പറ്റില്ലല്ലേ, ഈ ബില്ലടയ്ക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ ഒരു രോമം പൊഴിയുന്നത് പോലെ ഉള്ളൂ എനിക്ക് ഈ ബില്ല്, പക്ഷെ അതല്ല കാരണം, ഈ ബില്ല് തൻ്റെ കൈക്കൊണ്ട് തരാൻ അവന്മാർക്ക് നാണമില്ലേ, അങ്ങനെ നാണവും മാനവും ഉള്ളവന്മാരായിരുന്നെങ്കിൽ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നേനെ, എന്നിട്ട് ചോദിക്കുമായിരുന്നു, ഈ ബില്ല് ഞങ്ങൾ അടയ്ക്കണോ അതോ ബാലചന്ദ്രൻ അടയ്ക്കുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എൻ്റെ ഭാര്യയുടെ ബില്ല് ഞാൻ അടച്ചോളാമെന്ന്, അതായിരുന്നു അന്തസ്സ്, അത് അവന്മാർക്കില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ പതിയെ ഗോവർദ്ധൻ ആ ചെക്കൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഈ സമയം അലീന ഇപ്പോൾ ഗോവർദ്ധന് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഗോവർദ്ധന് അതിന് താങ്ക്സും പറയുന്നുണ്ട്. ബാലേന്ദ്രൻ ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചായ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അലീന തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാറായില്ലേ, അതുകൊണ്ടാണ് തരാത്തതെന്ന്. ഓ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് ബാലേന്ദ്രൻ. ശേഷം ഇപ്പോൾ ആശുപത്രിയാണ് കാണിക്കുന്നത്. ആശുപത്രിയിൽ ഇപ്പോൾ സുനന്ദയും മനുവുമാണ് ഉള്ളത്.
രാവിലെ തന്നെ ഇപ്പോൾ ബാലേന്ദ്രനും അവിടേക്ക് എത്തുന്നുണ്ട്. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നായിരുന്നോ എന്ന് ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഏയ് ഒരാവശ്യവുമില്ലായിരുന്നു, ആരും അന്വേഷിച്ചു പോലുമില്ല. ഇടയ്ക്ക് സുനന്ദാൻ്റി ഒന്ന് വിളിച്ചായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സുനന്ദ ബാലനോട് പറയുന്നുണ്ട്, ക്ലീൻ ചെയ്തപ്പോൾ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു, ആ സമയത്താണ് എന്നെ ഒന്ന് വിളിപ്പിച്ചത് എന്നൊക്കെ സുനന്ദ പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ബോധം വന്നോ, നിന്നെ തിരിച്ചറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചറിഞ്ഞു, പക്ഷേ സംസാരിക്കാൻ പറ്റില്ല, താടിയെല്ലിന് ചെറിയ പൊട്ടലുണ്ട് എന്ന് സുനന്ദ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇനി നീ വീട്ടിലോട്ട് പോയിക്കോ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്നൊക്കെ ബാലൻ സുനന്ദയോട് പറയുമ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിലേക്ക് പോകണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ ഞാൻ വീട്ടിൽ ചെന്നാലേ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനുവിനോടും പറഞ്ഞിട്ട് ഇപ്പോൾ സുനന്ദ അവിടെ നിന്ന് പോവുകയാണ് വീട്ടിലേക്ക്. സുനന്ദ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ബാലചന്ദ്രൻ ഇപ്പം മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിയാടാ നിൻ്റെ അച്ഛനും കൊച്ചനും ഒക്കെ. ഉടനെ മനു പറയുന്നുണ്ട്, ഇന്നലെ രാത്രി 11 മണി വരെയൊക്കെ ഇവിടെ കറങ്ങി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും പോയി, ഇവിടെ അടുത്ത ഏതോ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ മനുവിനോട് പറയുന്നുണ്ട്, നീ അവരോട് പറഞ്ഞേക്കണം ഒരുപാട് സഹായമൊന്നും ചെയ്തു തരരുതെന്ന്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ ബാലൻ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എന്ത് സഹായം ചെയ്യാനാ, ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി നിൽക്കും, അതല്ലാതെ വേറെ സഹായമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ മനു ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ നീ ഇവിടെ നിന്നതല്ലേ, ഉറക്കമൊഴിച്ചിങ്ങനെ നിന്നതല്ലേ, പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങിക്കോ, എന്നിട്ട് വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഇപ്പോൾ മനുവിനെ പറഞ്ഞു വിടുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മനു ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. പോകുന്നതിന് മുമ്പായിട്ട് മനു പറയുന്നുണ്ട്, അങ്കിളെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചേക്കണേ എന്ന്. ആയിക്കോട്ടെ എന്നിങ്ങനെ ബാലനും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മനു അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ICUവിൽ ഒരു 5 മിനിറ്റ് സന്ദർശന സമയമുണ്ട്, വേണമെങ്കിൽ വന്ന് കണ്ടോളാൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ വൈജയന്തിയെ കാണാനായി ബാലേന്ദ്രൻ ICUവിലേക്ക് ചെല്ലുകയാണ്. വൈജയന്തിയുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വൈജയന്തി അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അന്ന് രാത്രിയിൽ വൈജയന്തി ബാലേന്ദ്രനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. ഇതൊക്കെ കണ്ട് ഇപ്പോൾ അവിടെ നിന്ന് സിസ്റ്ററിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കിടക്കത്തേ ഉള്ളോ, ഉടനെ ഒന്നും ബോധം വരില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട്, സെഡേഷൻ ഉണ്ട്, ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ബോധം വരേണ്ടതാണ്, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം എന്നൊക്കെ നേഴ്സ് പറയുന്നു. അങ്ങനെ കുറേ നേരം കൂടി ബാലേന്ദ്രൻ ഇങ്ങനെ വൈജയന്തിയെ നോക്കി നിന്നിട്ട് ഇങ്ങനെ തിരിച്ചിറങ്ങി പോരുകയാണ്. അങ്ങനെ ഇപ്പോൾ ICUവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഗോവർദ്ധൻ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചിക്ക്, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ, നീ കണ്ടതല്ലായിരുന്നോ, അതിൽ കൂടുതൽ വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് ബാലൻ പറയുന്നു. ഉടനെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്താ അല്ലേ, എങ്ങനെ ഓടിച്ചാടി നടന്ന ആളാ, ഒരു നിമിഷം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ഗോവർദ്ധൻ പറയുന്നത് കേട്ടിപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതെ, റോഡിൽ ഓരോ സേഫ്റ്റി നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് കൈക്ക് എക്സസൈസിന് വേണ്ടിയല്ല, അത് ഓരോരുത്തരും അറിയണം, ലൈഫ് മാറാൻ ഒരു നിമിഷം മതി എന്നുള്ള ബോധത്തോടു കൂടി വേണം വണ്ടി ഓടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയുടെ കിടപ്പ് കണ്ടിട്ട് ഏട്ടന് വിഷമമൊന്നും തോന്നിയില്ലേ എന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ അവസ്ഥ ആരും കൊണ്ട് ഏൽപ്പിച്ചതൊന്നും അല്ലല്ലോ, വരുത്തി വെച്ചതല്ലേ, പിന്നെ സങ്കടം അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതല്ലേ, അഭിനയിക്കേണ്ടതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് രാജീവിനെയാണ്. രാജീവ് ഇപ്പോൾ ഡോക്ടറെ കയറി കാണുന്നുണ്ട്. വൈജയന്തിയുടെ ആങ്ങളെയാണ്, അവളുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു കൈയും 2 കാലും ഒടിഞ്ഞിട്ടുണ്ട്, അതുപോലെ സംസാരിക്കാനും ഉടനെ ഒന്നും പറ്റില്ല, താടിയെല്ലിനും പൊട്ടലുണ്ട്, കുറച്ച് ദിവസം എടുക്കും എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, അപ്പോൾ ഇനി സംസാരിക്കാനും ഇതൊക്കെ മാറാനും കുറേ ദിവസങ്ങൾ എടുക്കുമല്ലേ എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് രാജീവ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ദിവസങ്ങളല്ല ആഴ്ചകൾ എടുക്കുമെന്ന് പറയുന്നു. വേറെന്തെങ്കിലും അറിയാനുണ്ടോ എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോൾ ഉടനെ രാജീവ് പറയുന്നുണ്ട്, വേണ്ട, എന്താണ് അവസ്ഥ, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതേ ഉള്ളൂ, എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവും ശിവനും കൂടെ സംസാരിക്കുന്നുണ്ട്. രാജീവ് ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശിവനോട് പറയുകയാണ്. ഉടനെ ഇപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എടാ, ഇത്രേ പറ്റിയുള്ളല്ലോ എന്നോർത്ത് സമാധാനിക്ക്, ആ വണ്ടിയുടെ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഒരാളെ ജീവനോടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് കേട്ട ഉടനെ രാജീവ് പറയുന്നുണ്ട്, ആ വണ്ടിയുടെ കിടപ്പൊക്കെ ഒരു വീഡിയോ എടുത്ത് ഹരി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, കാണിക്കാമെന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ ശിവനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, അവൻ ഇതൊക്കെ എപ്പോൾ പോയി എടുത്തെന്ന്. ഉടനെ രാജീവ് പറയുന്നുണ്ട്, എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് അവൻ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്കാണ് പോയത്, അവൻ വണ്ടി കാണാൻ വേണ്ടി പോയി, അവനിതിനകത്തൊക്കെ അല്ലേ ക്രേസ് എന്ന് പറയുന്നു. ഏതായാലും നീ ആ ഫോട്ടോസൊക്കെ എനിക്കിവിടെ ഒന്ന് അയച്ചേക്ക് എന്ന് ശിവൻ പറയുന്നുണ്ട് രാജീവിനോട്.
അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഐസിയുവിൻ്റെ അവിടേക്ക് രണ്ടുപേരും കൂടെ വരുമ്പോഴാണ് അവിടെ ഗോവർദ്ധൻ ഇരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ട ഉടനെ അവർ ചോദിക്കുന്നുണ്ട്, രാവും പകലൊക്കെ ഇരിക്കാൻ നീ മാത്രമേ ഉള്ളോ, വേറെ ആരും ഇങ്ങോട്ട് വരാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അല്ല, ഇവിടെ സുലോചന ഉണ്ടായിരുന്നു, സുനന്ദേശി ഉണ്ടായിരുന്നു, പിന്നെ മനു ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. പിന്നെ ആരുണ്ടായിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ, അവർ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ബില്ലടയ്ക്കണം, അതിന് ഞാൻ തന്നെ വേണ്ടേ എന്നൊക്കെ ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതിന് നില തറവാട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്ന് അടയ്ക്കുന്നതല്ലല്ലോ എന്ന്. അല്ല, എൻ്റെ തറവാട്ടിൽ നിന്ന് ഞാൻ അടയ്ക്കണോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല, വൈജയന്തിയുടെ ഭർത്താവല്ലേ ബാലചന്ദ്രൻ, അയാൾ അടച്ചോളും എന്ന് രാജീവൻ പറയുന്നു. അതെ, 10-40 വർഷം സഹോദരങ്ങളായിട്ടിരുന്നതല്ലേ നിങ്ങൾ, സഹോദര ബന്ധമല്ലേ ഏറ്റവും വലിയ ബന്ധം, മറ്റേത് 23 വർഷമല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുവാണോ എന്ന്. ഉടനെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങളിവിടെ അടുത്ത ഒരു ഹോട്ടലിൽ കാണും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേര് എന്ന് പറയുന്നു. ഉടനെ എടുത്ത വായിൽ ഗോവർദ്ധൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് ഇനി എന്താവശ്യം വരാനാണെന്ന്. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ട് രാജീവൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ശിവനോട് പറയുന്നുണ്ട്, അവനെ ഇനി ചൊറിയാൻ നിൽക്കേണ്ട, വാ എന്ന് പറഞ്ഞ് അങ്ങനെ ശിവനെയും വിളിച്ചുകൊണ്ട് രാജീവ് അവർ രണ്ടുപേരും കൂടെ പോകുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.